നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വടകര പേരാമ്പ്ര BRCയിലെ സ്പെഷ്യലിസ്റ്റ് അധ്യാപികമാർ ഉൾപ്പെടെ വൻ MDMA പണമിടപാട് കേസിൽ വടകര NDPS കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ തീരുമാനമായ ശേഷം അന്വേഷണം മറ്റു പ്രതികളിലേക്ക് വ്യാപിപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം. കേരളത്തെ മുഴുവൻ നടുക്കിക്കൊണ്ടാണ് ഈ ഒരു MDMA ഇടപാടിൽ 3 അധ്യാപികമാർ അവർ അറസ്റ്റിലാകുന്നത്. കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കേണ്ട ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നവർ തന്നെ ഇത്തരത്തിൽ ലഹരി ഇടപാടുകാരാകുന്നത് വലിയ നടുക്കത്തോടെയാണ് ആ വാർത്ത കേരളം കേട്ടത്. അതായത് പകൽ സമയങ്ങളൊക്കെ തന്നെ സാധാരണക്കാരെ പോലെ ജീവിച്ച് മറ്റുള്ളവരോടൊക്കെ തന്നെ വളരെ സാധാരണ പോലെ പെരുമാറി, എന്നാൽ അതിൻ്റെ മറവിലൊക്കെ ഇത്തരത്തിൽ വൻ ലഹരി ഇടപാടുകളാണ് ഈ അധ്യാപികമാർ നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് ഏറെ നടുക്കുന്നതാണ്. ഏതായാലും ഈ 3 പേരിൽ മാത്രം അന്വേഷണം ഒതുങ്ങുന്നതല്ല. ഇവർക്ക് പിന്നിൽ വലിയൊരു സംഘം, വലിയൊരു കണ്ണി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരെ കണ്ടെത്താനുള്ള അല്ലെങ്കിൽ അവരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള നീക്കമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ കീർത്തനയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷമാകും കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റ് അധ്യാപികമാരായ കാവ്യ, നീഷ്മ എന്നിവരെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുക. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരും അത് വിതരണം ചെയ്യുന്നവരുമായ 100 കണക്കിന് ആളുകൾ ഉൾപ്പെട്ട വൻ ശൃംഖലയാണ് ഈ സംഭവത്തിന് പിന്നിലുള്ളതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ഇവരിൽ നിന്നെല്ലാം വൻതോതിൽ പണം സ്വീകരിച്ച് ലഹരി ശൃംഖല നിയന്ത്രിച്ചിരുന്ന വയനാട് ബത്തേരി സ്വദേശി ഷിൻഡോ ഷിബുവിനായുള്ള അന്വേഷണം എന്നാൽ ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. ലഹരി വിൽപ്പനയിലൂടെ സമാഹരിച്ച തുക വിദേശ നമ്പറുകളിലുള്ള വാട്സപ്പ് വഴിയും ഗൂഗിൾ പേ പോലുള്ള ഓൺലൈൻ പണമിടപാട് ഐഡികളിലൂടെയുമാണ് പ്രതികൾ കൈമാറിയിരുന്നത്. പിടിയിലായ അധ്യാപികമാരുടെ അക്കൗണ്ടുകളിലൂടെ ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്ന് ഈ പണം ഡെലിവറി ബോയ് ആയ ജിജിൽ കുര്യാക്കോസ് മുഖേന മുഖ്യ കണ്ണിയായ വയനാട് ബത്തേരി സ്വദേശി ഷിൻഡോ ഷിബുവിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റുകയായിരുന്നു. ജിജിൽ മാത്രം 6 മാസത്തിനിടെ കോടികളുടെ ഇടപാട് നടത്തിയിട്ടുണ്ട്. അധ്യാപികമാർ പിടിയിലായ വിവരം അറിഞ്ഞ് ഷിൻഡോ സംസ്ഥാനം വിട്ടതായാണ് സൂചന. ഇയാൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയെങ്കിലും നിലവിൽ വിവരമൊന്നും ലഭിച്ചിട്ടില്ല. ചൊവ്വാഴ്ചയാണ് വടകര NDPS കോടതിയിൽ അന്വേഷണ സംഘം കീർത്തനയ്ക്കായി കസ്റ്റഡി അപേക്ഷ നൽകിയത്. വടകരയിൽ മുൻപ് കീർത്തന നടത്തി വന്ന ബൺമസ്ക കച്ചവട സ്ഥാപനം, ഫിറ്റ്നസ് സെന്റർ എന്നിവയ്ക്ക് പിന്നിൽ ലഹരി വിൽപ്പന നടന്നിരുന്നോ എന്ന കാര്യത്തിലും വ്യക്തത വരുത്താൻ കസ്റ്റഡി ചോദ്യം ചെയ്യലിലൂടെ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. കീർത്തന നടത്തിയിട്ടുള്ള ബംഗളൂരു യാത്രകളുടെ വിവരങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. കീർത്തനയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാലുടൻ റിമാൻഡിലുള്ള മറ്റ് അധ്യാപികമാരായ കാവ്യ, നീഷ്മ എന്നിവരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. മൂവരെയും ഒരുമിച്ചിരുത്തുന്നതോടെ കേസിന്റെ പഴുതടച്ച വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പോലീസ് കരുതുന്നത്. സർവശിക്ഷ കേരളയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ബ്ലോക്ക് റിസോഴ്സ് സെന്ററുകളിലെ പരിശീലകർ തന്നെ ലഹരി ശൃംഖലയിലെ കണ്ണികളായ സംഭവം വിദ്യാഭ്യാസ വകുപ്പിലെയും മറ്റ് വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ പേരാമ്പ്ര BRCക്ക് പുറമെ മറ്റ് BRCകളുടെ പ്രവർത്തനങ്ങളും നിയമന രീതികളും വിലയിരുത്താൻ സർവശിക്ഷ കേരള അഡീഷണൽ സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള 4 അംഗ സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ റൂറൽ SP മെറിൻ ജോസഫിന്റെ നിർദ്ദേശപ്രകാരം വടകര ഇൻസ്പെക്ടർ AV ദിനേശ്, നർക്കോട്ടിക് സെൽ DYSP T ഉത്തം ദാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസിലെ അന്തർ സംസ്ഥാന ലഹരി ബന്ധങ്ങൾ പഴുതടച്ച് അന്വേഷിക്കുന്നത്. അതായത് ഈ 3 പേരിൽ ഒതുങ്ങുന്നതല്ല ലഹരിയുടെ ഈ ഒരു വ്യാപനം എന്ന് പറയുന്നത്. ഇവർക്ക് പിന്നിൽ വലിയ രീതിയിലുള്ള ഒരു മാഫിയ തന്നെ പ്രവർത്തിച്ചിരുന്നു. പക്ഷേ ഇവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്താൽ മാത്രമായിരിക്കും കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരികയുള്ളൂ. ഇതിൽ ഒരാൾ മുമ്പ് ഒരു ചെറിയൊരു ബൺമസ്ക പോലുള്ള ചെറിയ കടകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ മറവിലൊക്കെ ഇത്തരത്തിലുള്ള ലഹരി വിൽപ്പന നടന്നിട്ടുണ്ടോ എന്നുള്ളതും കൂടി ഇനി വിശദമായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതേസമയം തന്നെ ഇന്നും മൂവാറ്റുപുഴയ്ക്ക് സമീപം വാഴപ്പള്ളിയിൽ 6 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായിട്ടുണ്ട്. തൂഫാന്റെ ഭാഗമായിട്ട് പോലീസ് നടത്തുന്ന അന്വേഷണത്തിലാണ് ഈ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. പശ്ചിമ ബംഗാൾ സ്വദേശി ഷെയ്ഖ് സിദ്ദിഖിനെയാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ മൂവാറ്റുപുഴ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ വെച്ച് കഞ്ചാവ് മറ്റൊരാൾക്ക് കൈമാറാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് പിടികൂടിയത്. കഞ്ചാവ് വിൽപ്പനയ്ക്കായി
ഇയാൾ കഴിഞ്ഞ ദിവസമാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് ആലുവയിലെത്തിയത്. കനത്ത മഴയിൽ പോലീസ് പരിശോധന ഉണ്ടാകില്ലെന്ന് കരുതിയാണ് പൊതുസ്ഥലം കഞ്ചാവ് കൈമാറാൻ തെരഞ്ഞെടുത്തതെന്ന് ഇയാൾ സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. എന്നാൽ കൃത്യമായിട്ടുള്ള പോലീസ് അവിടെ എത്തുകയും ഇയാളെ കൈയോടുകൂടി തന്നെ കഞ്ചാവുമായിട്ട് പിടികൂടുകയും ചെയ്തിരിക്കുകയാണ്. അതായത് ഇപ്പോൾ കേരളത്തിൽ നിലവിലുള്ള അവസ്ഥയെ വരെ മുതലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള കച്ചവട സംഘങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. കാരണം ഇപ്പോൾ കേരളത്തിൽ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും ആളുകൾ വളരെ ബുദ്ധിമുട്ടേറിയിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് ഇയാൾ കഞ്ചാവ് കച്ചവടത്തിന് ഇറങ്ങിയത്. ഏതായാലും അയാളെ കയ്യോടെ പോലീസ് പിടികൂടിയിരിക്കുകയാണ്.